ചരിത്ര സ്മരണകളിരുമ്പുന്ന നമ്മുടെ വടക്കേ മലബാർ, കണ്ണൂർ ജില്ലയിലെ വടക്കേ മലബാറിൽ ഉളിക്കൽ മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിൽ മാർച്ച് 30 മുതൽ ഏപ്രിൽ 8-ാം തീയതി വരെ തിരുമഹോത്സവം നടക്കുകയാണ്. ഇന്നതിൻ്റെ 2-ാം ദിവസമാണ്. ഇന്നിവിടെ ഏജന്റ് ന്യൂസ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ പൊങ്കാല സമർപ്പണത്തിനായി എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ ദൃശ്യങ്ങളിലേക്കൊന്ന് ചെല്ലാം. ഇന്ന് മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ 2-ാം ദിനം ദേവി ആരാധന പ്രധാനമായിട്ടുള്ള ദിവസമാണ്. ദേവിയുടെ ആരാധനയിൽ ദക്ഷിണ ഭാരതത്തിൽ ദേവി ആരാധനയുടെ ഒരു വിശിഷ്ടമായ പദ്ധതിയാണ് പൊങ്കാല സമർപ്പണം. പൊങ്കാല സമർപ്പണത്തിൻ്റെ ഒരു സവിശേഷത ഭക്തജനങ്ങൾക്ക്, സ്ത്രീ ഭക്തജനങ്ങൾക്ക് നേരിട്ട് അവരുടെ കൈകൾ കൊണ്ട് തന്നെ നിവേദ്യം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദേവി ആരാധന ഭക്തജനങ്ങൾക്ക് കുഞ്ഞിന് അമ്മയെ സമീപിക്കുന്ന ആ ഒരു അത്രയധികം വൈകാരികമായ അടുപ്പത്തോടുകൂടി നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട ചടങ്ങാണ് പൊങ്കാല സമർപ്പണം. ഇവിടെ മൂലത്തുംകുന്ന് ശിവക്ഷേത്രം പാർവതീ സമേതനായിട്ടുള്ള ശിവഭഗവാന്റെ വിശേഷപ്പെട്ട സാന്നിധ്യസ്ഥാനമാണ്. ഈ മലയോര മേഖലയിൽ വാസ്തവത്തിൽ പൊങ്കാലയുടെ ഒരു പുരാവൃത്തം എടുത്ത് പരിശോധിച്ചാൽ ദക്ഷിണ ഭാരതത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ആരംഭിച്ചിട്ടാണ് പൊങ്കാല സമർപ്പണത്തിൻ്റെ ആ ചടങ്ങ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ദേവീ ആരാധനയുടെ പ്രാധാന്യമുള്ള ഈ ചടങ്ങ് പാർവതീ സമേതനായ ശിവൻ്റെ ഈ സന്നിധിയിൽ നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വിശേഷമായ കാര്യമാണ്. ഈ ഒരു കുഗ്രാമം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മലയോര പ്രദേശത്തുള്ള ആളുകൾക്ക് ആ ഉത്കൃഷ്ടമായിട്ടുള്ള വൈശിഷ്ട്യത്തിലേക്ക് ഉയരാൻ ഉള്ള ഒരവസരമാണ് ക്ഷേത്രത്തിൻ്റെ സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആ അവസരത്തെ വരും കാലങ്ങളിലും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണമെന്നും എല്ലാ ഭവനങ്ങളിലേക്കും ഈ ഐശ്വര്യം ചെന്നെത്തുന്നതിന് വേണ്ടി എല്ലാവരും പങ്കാളികളാകണമെന്നുമാണ് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്.
നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ നിവേദ്യ സമർപ്പണത്തിനുള്ള ആ ഒരു ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്പലത്തിൻ്റെ സംഘാടകർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ നന്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു പൊങ്കാല, അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. തിരുവുത്സവം 2025 രണ്ടാം ദിവസമായി ഇന്ന് ദേവിക്കുള്ള പൊങ്കാലയാണ് സമർപ്പിക്കുന്നത്. നാൾക്കുനാൾ പൊങ്കാലയുടെ പ്രാധാന്യം കൂടി, നാട്ടിൻ്റെ ഐശ്വര്യവും ആൾക്കാരുടെ എണ്ണവും പൊങ്കാലയുടെ പ്രീതിയും കൂടി വരികയാണ്. ഇവിടെ പൊങ്കാല 3 വർഷക്കാലമായി തുടങ്ങിയിട്ട്, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ഇത് തകർന്ന് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ 3 വർഷം കൊണ്ട് നമ്മൾ 10 ദിവസത്തെ ഉത്സവം തുടങ്ങി, പൊങ്കാലയൊക്കെ തുടങ്ങിയതിനു ശേഷം ക്ഷേത്രത്തിനും ഈ നാടിനും വളരെ ഗുണകരമായ മാറ്റങ്ങളുണ്ട്. നമ്മുടെ നാടിൻ്റെ ഈ മാറ്റത്തിനും ഈ ഗുണകരമായ ഇതിനും ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കണമെന്നും നാട്ടുകാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പൊങ്കാലയിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? ഏകദേശം എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? 400ഓളം പേര് പങ്കെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു 250 ആളിൽ തുടങ്ങിയതാണ്. ഈ വർഷം ഇപ്പോൾ 400ലേക്ക് എത്തിയിട്ടുണ്ട്. മാർച്ച് 30 മുതൽ ഏപ്രിൽ 8 വരെ നടക്കുന്ന പരിപാടിയിൽ 8 ദിവസം ക്ഷേത്രത്തിൽ വിവിധതരം കലാപരിപാടികളും, അതുപോലെ തന്നെ വിളക്കിനെഴുന്നള്ളിപ്പ്, അതുപോലെ തന്നെ സർപ്പബലി, അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അന്നദാനവും, അവസാനത്തെ 3 ദിവസം ഉച്ചയ്ക്കും അന്നദാനവും ഉണ്ട്. അതുപോലെ തന്നെ ഭഗവാന് 3 ദിവസം മുഴുക്കാപ്പിയാർത്തിയുള്ള തൊഴിലും ഉണ്ട്. മൂലത്തുംകുന്ന് തിരുവുത്സവത്തിൻ്റെ അതിവിശിഷ്ടമായ ചടങ്ങായ പൊങ്കാലയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 400 ആളുകൾക്ക് മുകളിൽ ഇപ്പോൾ നിലവിലിവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഭക്തജനങ്ങൾ പൊങ്കാലയുടെ മഹാത്മ്യം വർദ്ധിക്കുന്നതാണ്. ഈ എല്ലാ ഭക്തജനങ്ങൾക്കും മൂലത്തുംകുന്നപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവാംഗ സമർപ്പണങ്ങളിൽ ഐശ്വര്യ അഭിവൃദ്ധിക്കായി സർവ്വ ഐശ്വര്യത്തിനുമായി ഭക്തന് ഭഗവാന് മുന്നിൽ നേരിട്ട് നിവേദ്യം സമർപ്പിക്കുവാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് പൊങ്കാല. ദക്ഷിണ ഭാരതത്തിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച് ദക്ഷിണ കേരളത്തിലാകെ വ്യാപിച്ച് പ്രസിദ്ധമായ തീർന്ന പൊങ്കാല. ആ പൊങ്കാലയാണ് നമ്മൾ ഇന്ന് മൂലത്തുംകുന്നിന് തിരുസന്നിധിയിൽ ഭക്തരിവിടെ അനുഷ്ഠിക്കുന്നത്. പൗരാണിക കാലത്ത് വളരെ പ്രസിദ്ധമായി നടന്നിരുന്ന മൂലത്തുംകുന്ന് പൊങ്കാല കാലാന്തരത്തിൽ ക്ഷേത്രത്തിന് നാശം സംഭവിക്കുകയും ആചരണാനുഷ്ഠാനങ്ങൾ നിലച്ചു പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഭക്തരൊത്തുകൂടി ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് ഈ നാടിനെയാകെ ഐശ്വര്യത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് പ്രശ്നവശാൽ ആ പൊങ്കാലയും പുനരാരംഭിക്കേണ്ടതായി വന്നിട്ടുള്ളത്. എന്തായാലും ഈ പൊങ്കാല ആരംഭിച്ചതിന് ശേഷം ഈ നാട്ടിലുണ്ടായിട്ടുള്ള ഐശ്വര്യ അഭിവൃദ്ധികൾ, നാൾക്കുനാൾ പൊങ്കാല അർപ്പിക്കുവാൻ എത്തിച്ചേരുന്ന ഭക്തരുടെ വർധനവ്, ഇതൊക്കെ തന്നെ ഈ പൊങ്കാലയുടെ മാഹാത്മ്യത്തെ വീണ്ടും വീണ്ടും ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഇത്തവണത്തെയും തിരുവുത്സവത്തിന് 2ാം ദിവസമായി ഇന്ന് ഈ പൊങ്കാല സമർപ്പണം ഇവിടെ നടക്കുന്നത്. ഇത്രയും ശ്രേഷ്ഠമായ ഒരു സമർപ്പണം, ഇതം സർവാഭീഷ്ടപ്രദായകം, അതായത് ഇതെല്ലാ അഭീഷ്ടങ്ങളെയും സാധിച്ചു തരുന്നതാണ് എന്നാണ് ഈ പൊങ്കാലയുടെ മംഗളവാക്യം. ആ മംഗളവാക്യത്തിനനുസരിച്ചാണ് ഭക്തർ നിരവധി ദിവസങ്ങളിലെ വ്രതാചരണങ്ങളോടുകൂടി ഈ പൊങ്കാല അനുഷ്ഠിക്കുന്നത്. ഏവർക്കും ഈ പൊങ്കാലയുടെ അനുഗ്രഹ ആശസ്സുകൾ ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇതിന് ഭാഗവാക്കായവർക്കും ഇതിന് സഹായങ്ങൾ ചെയ്യുന്നവർക്കും എല്ലാം ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ എന്നും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് സമർപ്പിക്കാനുള്ളത്. പൊങ്കാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ ഒരു ഐശ്വര്യവും സംതൃപ്തിയായിട്ടുള്ള ഒരു നല്ല ഇതാണ്. ജനങ്ങൾ പങ്കെടുക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
നമ്മുടെ മൂലത്തുങ്കുന്ന് ശിവക്ഷേത്രം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ചെറിയ കുഞ്ഞായിരിക്കും കുട്ടിക്കാലം മുതലേ തന്നെ ഇവിടെ വരുന്നത്. അന്നത്തെ കാലത്ത് അമ്പലമായിട്ടൊന്നുമില്ല, എന്നാലും വിളക്ക് വെക്കാൻ വേണ്ടി എൻ്റെ സഹോദരൻ്റെ ഒപ്പം വന്ന് ഞങ്ങൾ വിളക്ക് വെച്ചിരുന്നതാണ്. ഇപ്പം ഇത്രയും നല്ല രീതിക്ക് ഭഗവാന്റെ അടുത്ത് ഇതായതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം 3-ാം വർഷമാണ് ഇവിടെ ഇപ്പം പൊങ്കാല നടക്കുന്നത്. ഭഗവാൻ ഞങ്ങളുടെ 3 വർഷവും പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ശിവ സകുടുംബമാണ് നമ്മുടെ ഈ ശിവക്ഷേത്രം. അപ്പം നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ ദേവൻ. അപ്പം ഈ 10 ദിവസം നടക്കുന്ന ഈ ഉത്സവം എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ഇത് ഇക്കൂട്ടത്തിൽ പറയുകയും കൂടിയാണ്. എല്ലാവരും ഇത് നമ്മുടെ ഒരു എന്താ പറയുക, വീട്ടിൽ ചെന്ന് ഞങ്ങൾ ക്ഷണിക്കുന്നതായി തന്നെ കണക്കാക്കി എല്ലാ കുടുംബങ്ങളും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. നാളെ നമ്മുടെ കലവറനിറക്കലാണ് നടക്കുന്നത്. അപ്പം ഭഗവാന്റെ സന്നിധിയിൽ ഇത്രയും ഇന്നാണ് കഴിഞ്ഞ വർഷത്തെ കാലം ആൾ കൂടുതലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. 6 മണി മുതൽ തന്നെ ഇവിടെ വന്നവരുണ്ട്, അത്രയ്ക്കും നമ്മൾ ദൂര സ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്. അപ്പം ഭഗവാൻ അനുഗ്രഹത്തിലെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. പൊങ്കാല 3-ാം വർഷമാണ്. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ അമ്പലത്തിന്റെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3-ാം വർഷമാണ്. ഓരോ വർഷം കൂടുന്നോറും ആള് കൂടുതലുണ്ട്. ഭക്തർക്ക് പറയാനുള്ളത് ഇനി ഇങ്ങനെ നടത്തണം. നല്ലൊരു അനുഭവമാണ്. കുറെ ദൂരെയൊന്നും പോയി ചെയ്യണ്ടല്ലോ. ഇവിടെ ദേവീക്ഷേത്രം ദേവിയുണ്ട്, പണിയെല്ലാം ഒരു ഇതായിട്ടുണ്ട്. അതുകൊണ്ടിപ്പോ നമുക്കെല്ലാം ഇഷ്ടമാണ്. പൊങ്കാലയെ കുറിച്ച് നല്ല അഭിപ്രായം. 2-ാം വർഷമാണ് ഞാൻ ഇടാൻ വരുന്നത്. പെരിങ്കരിയിൽ നിന്ന് വരുന്നതാണ്. കുറേ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതൽ ആളുകൾ ഇക്കൊല്ലം പങ്കെടുത്തു. നമ്മൾ 7 ദിവസമായിട്ട് നോയമ്പെല്ലാം എടുത്തിട്ട് വരുന്നതാണ് പൊങ്കാല ഇടാൻ. 2 ദിവസം മഴ പെയ്യല്ലേന്ന് പ്രാർത്ഥിച്ചു. മഴ പെയ്തില്ല, എല്ലാം മാറി ഭംഗിയായി നടന്നു. ഞാൻ പെരിങ്കരി ദേവീക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ്. 2-ാം വർഷമാണ്. നല്ല ഇതുമായിട്ട് നമ്മളെ മൂലത്തുങ്കുന്ന് അമ്പലവും ദേവീക്ഷേത്രവും നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക്. എനിക്കെന്നും ഒരു അമ്പലം ദൂരോട്ടൊക്കെ പോയിട്ടുള്ള 4 അമ്പലയാത്രയും എല്ലാ സ്ഥലത്തും പോയി വന്നിട്ടുള്ളൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടും ദേവീനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പൊങ്കാല തളിച്ചു മറിഞ്ഞു. നല്ല സന്തോഷമായി. ഇനിയും വരാനുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയി. എങ്ങനെയാ ഇത് ഏതാണെന്ന് അറിയത്തില്ലല്ലോ. 2-ാം വർഷമാണ്, എന്നാലും എങ്ങനെയാ ഏതാണെന്ന് അറിയത്തില്ല. അന്നേരം പെരിങ്കരി അമ്മേൻ്റെ അടുത്ത് പോയി രാവിലെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മ എല്ലാം കാത്തുകൊള്ളണേ പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. വിശേഷിച്ചിട്ട് അടുത്ത കൊല്ലം ഇതുപോലെ എല്ലാവരെയും കണ്ട് സന്തോഷിക്കാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഭഗവാൻ എല്ലാവർക്കും വേണ്ടി ഒരു നന്മ കൊടുക്കട്ടെ. ആർക്കും ഒരു ഇതുമില്ലാതെ, ഒരു കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ലാതെ പെണ്ണുങ്ങളല്ലേ, സർവ്വ ഐശ്വര്യങ്ങൾ നേരട്ടെ എന്നും പറഞ്ഞിട്ട് മംഗളം നേരുന്നു. ഞങ്ങളിപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ അടുത്ത് തന്നെ പ്രസിഡന്റിന്റെ ഭാര്യയാണ്. പിന്നെ നമുക്ക് ഈ മഴേനെ പേടിച്ചിട്ടിരുന്നു. ഇപ്പം നല്ല കാലാവസ്ഥയുണ്ട്. എല്ലാവർക്കും നല്ലതായിട്ട് സന്തോഷം. പൊങ്കാല വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും വലിയ ഉത്സാഹത്തോടു കൂടി, വെയിലാണെങ്കിൽ പോലും ഒരു വിഷമവും ഇല്ലാണ്ട് നല്ലോണം എല്ലാവരും പൊങ്കാല ഇട്ടു. ഞാൻ 3 വർഷം. അതുകൊണ്ടാണ് ഇക്കല്ലോ വന്നത്. ഞാൻ മാനന്തവാടിയിൽ നിന്ന് വരുന്നതാ, വയനാട്ടിൽ നിന്ന് വരുന്നതാ. ഇപ്പം 3 വർഷമായി അടുപ്പിച്ച് അമ്മച്ചി ഇടുന്നു. അമ്മച്ചി ഇതിനു വേണ്ടി ഇപ്പോഴും വന്നതാണ്. സുഖമില്ല, എന്നാലും ശരി ഈ പുകയൊക്കെ അടിച്ച് ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന് നടക്കുന്നു, ചെയ്യുന്നു. അതെ, ഇവിടെ അടുത്ത് തന്നെയാണ്. 3 വർഷമായിട്ട് ഇടുന്നു. ഭഗവാൻ തരുന്നുണ്ട്. അത് കാരണം കൊണ്ട് സന്തോഷം. ഞാൻ ഉദയഗിരിയിലാണ്. ഉദയഗിരിയിൽ നിന്ന് ഇവിടെ മൂലത്തുങ്കുന്നപ്പൻ്റെ അടുത്ത് 2 വർഷമായി പൊങ്കാല ഇടുന്നത്. ഇതിനു മുമ്പ് ഞാൻ പയ്യാവൂർ ചാമക്കാലമ്പലത്തിൽ അവിടെയായിരുന്നു എൻ്റെ വീട്, സ്വന്തം വീടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ അടുത്ത് തുടങ്ങിയപ്പോൾ 2 വർഷമായിട്ട് ഇങ്ങനെ ഇടുന്നു. എല്ലാ കാര്യങ്ങളും ഭഗവാൻ വിളിച്ച വെളിപ്പുറത്തുണ്ട്. അമ്മയുടെ അനുഗ്രഹവും എന്നും ഉണ്ടാകട്ടെ. സന്തോഷം. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. 3-4 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് ഞാനിവിടെ പൊങ്കാല ഇടാൻ വരുന്നത്. എനിക്ക് വലിയ സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. വർഷം മുന്നേ ഇവിടെ പൊങ്കാല എന്നൊരാചാരം
നടത്താൻ തുടങ്ങിയിട്ട്. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും കമ്മിറ്റിക്കാരുടെ അത്യന്ത പരിശ്രമം കൊണ്ടാണ് ഇത്രയും വിജയപ്രദമാക്കാൻ സാധിച്ചത്. ഓരോ വർഷവും ആൾക്കാർ കൂടി വരികയാണ്. നമ്മൾ നോട്ടീസ് കൊണ്ടെല്ലാം ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പൊങ്കാലയുടെ ഇതെല്ലാം കുറിവുകളെല്ലാം കുറവായിരുന്നെങ്കിലും ഇന്നിപ്പം വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഇരട്ടി ആൾക്കാരാണ്. പിന്നെ 3 വർഷം പൊങ്കാല ഇടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പൊങ്കാല തിളച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യം സാധിച്ചിട്ടുണ്ട്. ഇനിയും ദൈവം അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രദേശത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് 3 കൊല്ലം മുമ്പ് ആറ്റുകാൽ പൊങ്കാലയുടെ ന്യൂസ് കണ്ടപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം എനിക്ക് അവിടെ വന്ന് പൊങ്കാല ഇടാൻ പറ്റും. പക്ഷേ ആ വർഷം തന്നെ എനിക്ക് എൻ്റെ അമ്മ മൂലത്തുംകുന്നിലമ്മ എനിക്കിവിടെ പൊങ്കാല ഇടാനുള്ള അവസരവും തന്നു. അതിനുള്ള സാഹചര്യം ഞങ്ങൾ ഈ നാട്ടുകാരിലെ അമ്മമാർക്ക് ഞങ്ങൾക്ക് ആ സാഹചര്യം ഒരുക്കി തന്നു. അത് സന്തോഷമേ ഉള്ളൂ. അതിനുള്ള അനുഗ്രഹം അമ്മ എല്ലാവർക്കും തന്നെ കൊടുക്കും. ഇത് 3ാമത്തെ വർഷമാണ് പൊങ്കാല ഇടുന്നത്. നല്ലൊരു അനുഭവമാണ്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പോലും വിചാരിച്ചതല്ല. അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടുമുണ്ട്. സന്തോഷം. വളരെ നല്ലൊരു അനുഗ്രഹം കിട്ടിയ പോലെ തോന്നി. ഇങ്ങനെയൊരു നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓം നമഃ ശിവായ. ഭഗവാന്റെ ദേവിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ അമ്മമാർക്കും സർവ്വചരാചരങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. നല്ല അനുഭവങ്ങളാണ്. എത്ര വർഷം ഇവിടെ ഇടുന്നത്? 3ാമത്തെ വർഷം. 3 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഭക്തജനങ്ങളൊക്കെ തിരക്ക് കൂടി വരുന്നു. ഉണ്ട്. അമ്മയോടുള്ള പ്രാർത്ഥനയും അമ്മ നമ്മളോടുള്ള അനുഗ്രഹവും എപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഭഗവാന്റെ തിരുസന്നിധിയിൽ വെച്ച് അമ്മയ്ക്ക് ഒരു പൊങ്കാല ചെയ്യാൻ സാധിച്ച് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹവും പുണ്യമാണ്. വരുംകാലങ്ങളിൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു പൊങ്കാല സമർപ്പിക്കാൻ ഭഗവാനും അമ്മയും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ള. നല്ല ദേശക്കാരും നല്ല ആൾക്കാരും നല്ല കമ്മിറ്റിക്കാരും എല്ലാം നല്ല ഒന്നിനൊന്നിനും മെച്ചമായിട്ട് തന്നെ പ്രവർത്തിച്ച് അതിൻ്റെ ഫലമാണ് നമുക്കിവിടെ ഈ പുണ്യം ചെയ്യാൻ ഭഗവാൻ അനുവദിച്ചത്. സന്തോഷം. ഇവിടെ ഈ അടുത്ത പ്രദേശത്ത് തന്നെ ഈ പൊങ്കാല ഇടാൻ സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇടണമെന്നായിരുന്നു ആഗ്രഹം. അവിടെ നിന്ന് നമുക്ക് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണ് നമുക്കിവിടെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പൊങ്കാല ഇടാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നമുക്കിത് സഹായിച്ചു തരുന്നതിന്. എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 വർഷമായി ഇവിടെ പൊങ്കാല ഇടുന്നത്. ഫസ്റ്റത്തെ വർഷം എനിക്ക് ഇതെന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ഒരുപാട് താമസിച്ചാണ് വന്നത്. എനിക്ക് തോന്നി അങ്ങനെ കൃത്യസമയത്തൊന്നും ഇല്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഞാൻ വന്ന് ഇവിടെ അടുപ്പെങ്ങനെ വെക്കേണ്ടത് വിറകെങ്ങനെ വെക്കേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഏറ്റവും ആദ്യം എൻ്റെ പൊങ്കാല കലം അരി ഇട്ടത് തിളച്ച് മറിഞ്ഞ് വലിയ സന്തോഷമായിപ്പോയി എനിക്ക്. കഴിഞ്ഞ വർഷം എനിക്ക് അത്രയും അനുഭവം കിട്ടിയില്ല. എൻ്റെ കണ്ണിൽ കൂടെ അടുപ്പിൽ നിന്ന് ഒഴുകുന്നത് പോലെ തന്നെ എൻ്റെ കണ്ണിൽ കൂടെയും കണ്ണുനീരൊഴുകി. ഇങ്ങനെ ഇപ്പം 3 വർഷം കൊണ്ട് നമ്മളിതിവിടെ ചെയ്യുന്നു. ഇനിയും വരും കാലങ്ങളിലും നമുക്കിത് സമർപ്പിക്കാനുള്ള ഇത് ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പറയുന്നു. മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിൽ തിരുമഹോത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുമഹോത്സവം നടക്കുമ്പോൾ 2ാം ദിവസമായി ഇന്ന് പൊങ്കാല സമർപ്പണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു. വളരെ സന്തോഷമാണ്. ഒരുപാട് ദൂരങ്ങളിൽ ആറ്റുകാലിൽ നിന്നും പോയി ചെയ്ത് അവരുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. 3 വർഷമായി നമ്മുടെ മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിൽ ഈ പൊങ്കാല സമർപ്പണം നടന്നു വരുന്നു. ഭക്തരൊക്കെ വളരെ സന്തോഷത്തിലാണ്. നാടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയും അവരുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയും ചെയ്യുന്ന ഈ സമർപ്പണത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഇതിനകത്ത് പങ്കെടുക്കുന്നവർക്കും നാടിനും ലഭിക്കട്ടെ എന്ന് ഏജന്റ് ന്യൂസ് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ഷിജു അബ്രാഹിമിനൊപ്പം മൂലത്തുംകുന്ന് ശിവക്ഷേത്രത്തിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. അതെ, ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഓസ്ട്രേലിയോ? വാവ്. മാം, ഏതാ മൈഗ്രേഷൻ ഏജൻസി? എക്സ്ക്യൂസ് മീ, അവർ ലൈസൻസ് മൈഗ്രേഷൻ കൺസൾട്ടൻസ് ആണോ? ബ്രോ, ഏജൻസിക്ക് ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ അവർക്ക് ഓസ്ട്രേലിയയിൽ ഓഫീസ് ഉണ്ടോ? എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം. ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്. Australian Migration Law Specialist. Mara registered agent with office in Australia. 20 years of experience in Australia. എല്ലാം മറക്കൂ, ഓസ്ട്രേലിയയിലേക്ക് പറക്കൂ. ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.